ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സിപ്പപ്പ് ഉണ്ടാക്കുന്നത്. മുന്തിരി ഉപയോഗിച്ച് സിപ്പപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്തു വേറെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് സിപ്പപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് 5 വ്യത്യസ്തമായ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് സിപ്പപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത് അതെല്ലാം നല്ലപോലെ കഴുകി എടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ച ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിപ്പപ്പ് ഉണ്ടാക്കാനായിട്ട് ഏത് ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് അത് കൈക്ക് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കൈക്ക് വൃത്തിയാക്കി ജ്യൂസ് അടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കുടിക്കാൻ വേണ്ടി ജ്യൂസ് അടിക്കുന്നതിലും കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തു. ജ്യൂസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുടിക്കാൻ വേണ്ടി ജ്യൂസ് അടിക്കുന്നതിൽ കൂടുതൽ പഞ്ചസാര ഇട്ടിട്ട് വേണം ജ്യൂസ് അടിക്കാൻ, അല്ലെങ്കിൽ ഐസായി വരുന്ന സമയത്ത് പിന്നെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിപ്പപ്പിൻ്റെ കവർ. അപ്പോൾ ഇതിനകത്താണ് ഇനി നമ്മൾ ജ്യൂസ് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കൂടുതൽ ആളുകൾ പിന്നീട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ കവർ എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുക. ഞാനത് മേടിച്ചത് മഞ്ചേരി ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള ഹോൾസെയിൽ മാർക്കറ്റിലെ ഒരു കടയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഏത് ടൗണിൽ പോയാലും ഹോൾസെയിൽ മാർക്കറ്റിൽ ബേക്കറി അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി സിപ്പപ്പിൻ്റെ കവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഇതിന് ഏകദേശം 100-ന് 20 രൂപ, 100 ഗ്രാമിന് 20 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ജ്യൂസ് ഇതിനകത്തേക്ക് വയ്ക്കുക. അപ്പോൾ ജ്യൂസ് വയ്ക്കുമ്പോൾ കവറിൽ നിറച്ച് വയ്ക്കരുത്, നമുക്ക് മുകളിൽ ഒട്ടിക്കാനുള്ള കുറച്ച് സ്പേസ് അത്രയും വിട്ടിട്ട് വയ്ക്കുക. അപ്പോൾ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പണി എന്ന് പറയുന്നത് ഒട്ടിക്കലാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കുറച്ച് സ്ഥലം വിട്ടിരുന്നല്ലോ, ആ സ്ഥലത്ത് ഇതുപോലെ ആക്സോൺ ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇതുപോലെ മെഴുകുതിരിയോ അല്ലെങ്കിൽ വളക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തീയിൽ കാണിച്ചിട്ട് ഒട്ടിക്കുക.
അപ്പോൾ പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പണിയാണ് അത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജ്യൂസ് മുഴുവൻ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.